Good morning. Fourth unit ആണ് സോഷ്യൽ പ്രോസസ്സസ്, കോഓപ്പറേഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് അക്കോമഡേഷൻ എന്ന ഒരു ലെസണാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് പിക്കിലേക്ക് നോക്കുക. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹത്തിൻ്റെ കാലയളവ് 1884 മുതൽ 1963 വരെയാണ്. ബീഹാറിൽ ഒരു സ്കൂൾ പോലുമില്ലാത്ത കുഗ്രാമത്തിൽ ജനിച്ചതാണ് അദ്ദേഹം. കൽക്കത്തയിൽ പോയി പഠിച്ചു. MA ഒന്നാമനായി പാസ്സായി. നിയമം പഠിച്ചു വക്കീലായി. കൽക്കത്തയിൽ താമസമാക്കി. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭണത്തിൽ അദ്ദേഹം പങ്കെടുത്തു. കോൺഗ്രസ്സിലൊരു ഭടനായി മാറി എന്നുള്ളതാണ്. പലതവണ അറസ്റ്റ് വരിച്ചിട്ടുണ്ട്. 1934 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അതിൻ്റെ അധ്യക്ഷനായിട്ട് ഇരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനയുണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂവിൻ്റെ, അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയും, ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കാരണമായ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അതിൻ്റെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു എന്നത് മഹനീയമായിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. 1950 മുതൽ 62 വരെ ഇന്ത്യയുടെ പ്രഥമ പ്രസിഡൻ്റായിരുന്നു. 1963 അന്തരിച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുള്ള ആ ഒരു തലത്തിലുള്ള പഠനമാണ് സോഷ്യോളജി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. സോഷ്യൽ പ്രോസസ്സസ്, കോഓപ്പറേഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് അക്കോമഡേഷൻ. എന്താണ് സോഷ്യൽ പ്രോസസ്? സോഷ്യൽ പ്രോസസ്സസ് റെഫർ ടു ഫോംസ് ഓഫ് സോഷ്യൽ ഇൻ്ററാക്ഷൻ ദാറ്റ് ഒക്കർ റിപ്പീറ്റഡ്ലി. സാമൂഹ്യപരമായ ഇടപെടൽ, അതിന് രൂപപ്പെടുത്തൽ, അതിന് നിരന്തരമായിട്ട് സാമൂഹ്യപരമായ ഇടപെടൽ ഉണ്ടാവുക, സാമൂഹ്യപരമായ ഇടപെടലിന് രൂപം കൊടുക്കുക എന്നുള്ള തലത്തിലുള്ള ഒരാശയമാണ് സോഷ്യൽ പ്രോസസ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബൈ സോഷ്യൽ പ്രോസസ് വി മീൻ those ways in which individuals and groups interact and establish social relationships. അപ്പോൾ സോഷ്യൽ പ്രോസസ്സിൻ്റെ അർത്ഥം എന്താണ്? അതായത് നാം വ്യക്തികൾ അല്ലെങ്കിൽ വിഭാഗങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് ആശയവിനിമയം നടത്തുക, അവരോട് സാമൂഹ്യ ബന്ധങ്ങൾ പുലർത്തുന്നതിനുള്ള വഴികൾ, ഇതെല്ലാം ചേർന്ന് നിർവചിക്കുന്ന കാര്യമാണ് സോഷ്യൽ പ്രോസസ്സ്. There are various forms of social interaction. സാമൂഹ്യപരമായ ഇടപെടലിന് പല രീതികളുണ്ട്, പല രൂപങ്ങളുണ്ട് സാമൂഹ്യമായി ഇടപെടുന്നതിന്. such as cooperation, conflict, competition and accommodation. Okay. There are many kinds of social process. Social process പലതരത്തിലുണ്ട്. Sociologists, however, usually deal with them, namely acculturation, then accommodation, assimilation, cooperation, കോഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. അതായത് സോഷ്യൽ പ്രോസസ്സിൻ്റെ പല തലങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഏതെല്ലാമാണ്? ദാറ്റ് ഈസ് അബൌട്ട് അക്കൾച്ചറേഷൻ, സംയോജനം എന്ന വേർഡാണ് അക്കൾച്ചറേഷൻ. അതേപോലെ തന്നെ അക്കോമഡേഷൻ, അസിമിലേഷൻ, കോഓപ്പറേഷൻ, കോഷൻ COTION ആൻഡ് കോൺഫ്ലിക്റ്റ്. ഈച്ച് സോഷ്യൽ പ്രോസസ് അസ്യൂംസ് ഫോർ ഡിഫറെൻറ്റ് ഫോംസ്. ഓരോ സോഷ്യൽ പ്രോസസ്സും വ്യത്യസ്ത രൂപങ്ങളാണ് ഇവയ്ക്ക്, അല്ലെ വ്യത്യസ്ത മാനങ്ങളാണ് ഇവയ്ക്ക് കൊടുക്കുന്നത്. Then again, social process intended the repetitive form of behavior which are commonly found in social life. അപ്പോൾ ശരിക്കും സോഷ്യൽ പ്രോസസ്സ് എന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? ആവർത്തിച്ചുള്ള സ്വഭാവ രീതികളാണ്. ഈ സ്വഭാവ രീതികൾ ആവർത്തിച്ച് സമൂഹത്തിൽ ഉണ്ടാകുന്നതാണ്. അത് സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിരന്തരം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ചില പെരുമാറ്റ രൂപങ്ങളാണ് സോഷ്യൽ പ്രോസസ്സ്. ഓക്കെ. ദ വേരിയസ് മോഡ്സ് ഓഫ് ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ഇൻക്ലൂഡിംഗ് കോഓപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്ട്സ്, സോഷ്യൽ ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ, ഡെവലപ്മെൻറ്റ്, അറസ്റ്റ് ആൻഡ് ഡീക്കെ. നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളിൽ, വ്യത്യസ്ത രൂപങ്ങളിൽ മനുഷ്യൻ പെരുമാറും. അങ്ങനെയുള്ള ആ ഒരു പെരുമാറ്റം എന്ന് പറയുമ്പോൾ അത് സാമൂഹ്യ ഇടപെടലിലൂടെ വ്യക്തികൾ ചെയ്തു പോരുന്നതാണ്. അപ്പോൾ അത് ഏതൊക്കെ രൂപത്തിലാവാം? ചില സന്ദർഭങ്ങളിൽ നാം വളരെ സഹകരണ മനോഭാവത്തോടുകൂടി പെരുമാറും. ചിലപ്പോൾ വളരെ സംഘർഷമായ രീതിയിൽ, വളരെ ഒരു വഴക്കിൻ്റെ ഘട്ടത്തിൽ എന്ന രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും. അതല്ല എങ്കിൽ സാമൂഹ്യപരമായ ചില വ്യത്യാസങ്ങൾ മറ്റുള്ളവരോട് പുലർത്തിക്കൊണ്ടായിരിക്കും. അതായത് നമ്മൾ വലിയ ആൾക്കാരെന്ന രീതിയിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തോട് യാതൊരു തരത്തിലുള്ള അടുപ്പവും കാണിക്കാതെ അവരിൽ നിന്നും അകന്നു മാറിപ്പോകുന്ന ഒരു രീതി, അത് സോഷ്യൽ ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. അതുപോലെ ഡെവലപ്മെൻറ്റ്, അറസ്റ്റ് ആൻഡ് ഡീക്കെ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത രൂപഭാവങ്ങളാണ്
സോഷ്യൽ പ്രോസസ്സിന് നിലവിൽ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത്, ഇറ്റ് ഈസ് ദ വേസ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ഇൻ്ററാക്ട്, adjust and readjust and establish relationships and pattern of behavior which are again modified through social interactions. അപ്പോൾ സാമൂഹികപരമായ ഇടപെടൽ എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തികളും വിഭാഗങ്ങളും ചേരുന്ന ഗ്രൂപ്പുകൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്ററാക്ട് ചെയ്യുന്നു, അവരുടെ സ്വഭാവ ക്രമീകരണങ്ങൾ നടത്തുന്നു. അത് വീണ്ടും അവർ വേണ്ട രീതിയിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരെ ഓരോരോ വ്യക്തിയും റീഅഡ്ജസ്റ്റ് ചെയ്ത് പലതരത്തിലുള്ള റിലേഷൻഷിപ്സ്, വ്യക്തിഗതമായിട്ടുള്ള ബന്ധങ്ങൾ, സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ ഓരോ വ്യക്തിയും അവരുടെ സ്വഭാവത്തിൻ്റെ ആ ഒരു മോഡ് ഓഫ് ബിഹേവിയർ അതെല്ലാം തന്നെ ക്രമീകരിച്ച് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്താണ് അതൊരു സോഷ്യൽ ഇൻ്ററാക്ഷൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള ഇടപെടൽ, ദാറ്റ് ഈസ് ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് that occurs in the form of social process. അപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയം, അവർ തമ്മിലുള്ള ഇടപെടൽ, ഓരോ വിഭാഗത്തിലുള്ള ആശയവിനിമയം, അവിടെ ഉണ്ടാകുന്ന ഇടപെടൽ, ഇതെല്ലാം ഉണ്ടാകുന്നത് സോഷ്യൽ പ്രോസസ്സിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ സോഷ്യൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ? ഇറ്റ് റെഫേഴ്സ് ദ ഫോംസ് ഓഫ് സോഷ്യൽ ഇൻ്ററാക്ഷൻ ദാറ്റ് ഒക്കർ അഗെയിൻ ആൻഡ് അഗെയിൻ. അതായത് എപ്പോഴും നിരന്തരമായിട്ട് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ഇടയിൽ നടക്കുന്ന സാമൂഹിക ഇടപെടലുകളും അത് ഈ നിരന്തരമായിട്ടുള്ള സാമൂഹ്യ ഇടപെടലുകളിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളും ആശയവിനിമയവും ഇതെല്ലാം തന്നെ സോഷ്യൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കാം. സോ സോഷ്യൽ പ്രോസസ് റെഫേഴ്സ് ടു ഫോംസ് ഓഫ് സോഷ്യൽ ഇൻ്ററാക്ഷൻ ദാറ്റ് ഒക്കർ അഗെയിൻ ആൻഡ് അഗെയിൻ. ഓക്കെ, ദെൻ വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ ഇൻ്ററാക്ഷൻ? സോ ഹിയർ the meaning of social interaction അതെന്താണ് എന്ന് നോക്കാം. We know that man is a social animal. അതുകൊണ്ട് തന്നെ it is difficult for him to live in isolation. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അവനൊരിക്കലും ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. They always live in groups. അവരെ ചെറിയ കൂട്ടങ്ങൾ കൂടിയാണ് ജീവിച്ചു പോരുന്നത്. അപ്പോൾ ഈ കൂട്ടങ്ങൾ കൂടി ജീവിക്കുന്ന അംഗങ്ങൾ എന്ന രീതിയിൽ അവരെപ്പോഴും പെരുമാറുന്നത് അവർക്ക് അവരുടേതായ ഒരു മാനർ ഉണ്ടായിരിക്കും, അതിൻ്റെ ഒരു രീതി ഉണ്ടായിരിക്കും. ആസ് ദ മെമ്പേഴ്സ് ഓഫ് ദീസ് ഗ്രൂപ്പ്സ് ദേ ആക്ട് ഇൻ എ സർട്ടൻ മാനർ. സോ വി ക്യാൻ സേ വൺസ് അഗെയിൻ, മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ഫോർ ഹിം ടു ലീവ് ഇൻ ഐസൊലേഷൻ. ദേ ആൾവേസ് ലീവ് ഇൻ ഗ്രൂപ്പ്സ്. ആസ് മെമ്പേഴ്സ് ഓഫ് ദീസ് ഗ്രൂപ്പ്സ് ദേ ആക്ട് ഇൻ എ സർട്ടൻ മാനർ. ദെയർ ബിഹേവിയർ ഈസ് മ്യൂച്വലി അഫക്റ്റഡ്. അല്ലേ? അപ്പോൾ കൂട്ടം കൂടി ജീവിക്കുന്ന സാമൂഹിക മൃഗമാണ് മനുഷ്യൻ എന്ന രീതിയിൽ തന്നെ മനുഷ്യൻ്റെ പെരുമാറ്റത്തിന് അതിൻ്റേതായ ഒരു രീതിയുണ്ട്. അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് പരസ്പരം ഓരോരുത്തരെയും സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇടപെടൽ, ഒരാൾ മറ്റൊരാളിലേക്ക് ഇടപെടുന്നത്, അത് ആ പരസ്പരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. അതായത് സാമൂഹ്യ ജീവി എന്ന രീതിയിൽ മനുഷ്യൻ ഒരു വിഭാഗം എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരാളുടെ പെരുമാറ്റം മറ്റൊരാളെ സ്വാധീനിക്കാം. അപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രവർത്തനം, മ്യൂച്വലായിട്ടുള്ള പരസ്പരം നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്ത് തന്നെയായാലും അത് ആ സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു അന്തസ്സത്തയെ ഉയർത്തി കാണിക്കുന്നതായിരിക്കും. സോ ദിസ് ഇൻ്ററാക്ഷൻ ഓർ മ്യൂച്വൽ ആക്ടിവിറ്റി ഈസ് ദ എസൻസ് ഓഫ് സോഷ്യൽ ലൈഫ്. ഓക്കെ, സോഷ്യൽ ലൈഫ് ഈസ് നോട്ട് പോസിബിൾ വിത്തൗട്ട് ഇൻ്ററാക്ഷൻസ്. അപ്പോൾ സോഷ്യൽ ലൈഫ് സാധ്യമാകണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം? സാമൂഹ്യപരമായ ഇടപെടലുകൾ, വ്യക്തികൾ തമ്മിലുള്ള ഇടപെടലുകൾ സാധ്യമാക്കണം. ഓക്കെ, then social interactions are reciprocal relationships which not only influence the interacting individuals but also the quality of relationships. അപ്പോൾ സോഷ്യൽ ഇൻ്ററാക്ഷൻ, സാമൂഹ്യപരമായ ഇടപെടൽ എന്ന് പറയുമ്പോഴേക്കും അതൊരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്സ് ആണ് ഇവിടെ ഉയർത്തി വരുന്നത്. അത് വിച്ച് ഡു നോട്ട് ഇൻഫ്ലുവൻസ് ദ ഇൻ്ററാക്റ്റിംഗ് ഇൻഡിവിജ്വൽസ്. അതായത് വിച്ച് നോട്ട് ഓൺലി ഇൻഫ്ലുവൻസ് ദ ഇൻ്ററാക്റ്റിംഗ് ഇൻഡിവിജ്വൽസ്. അത് ആശയപരമായി ആരാണോ ഇടപെടുന്നത് അവരിൽ മാത്രമല്ല, ഇൻ്ററാക്ഷൻ നടത്തുന്നവരിൽ മാത്രമല്ല അതിൻ്റെ സ്വാധീനം കാണാൻ സാധിക്കുന്നത്, മറിച്ച് അവരുടെ ആ ഇൻ്ററാക്റ്റ് ചെയ്യുന്നവരുടെ ഒരു ഗുണനിലവാരം കൂടിയാണ്, ബന്ധങ്ങളിലുള്ള ഒരു ദൃഢത, ഒരു ഗുണനിലവാരം കൂടിയാണ് ഉറപ്പാക്കുന്നത്. അക്കോർഡിംഗ് ടു ഗില്ലിൻ ആൻഡ് ഗില്ലിൻ, അവർ പറയുന്നത് ബൈ സോഷ്യൽ ഇൻ്ററാക്ഷൻ വി റെഫർ ടു സോഷ്യൽ റിലേഷൻസ്. സോഷ്യോളജിസ്റ്റാണ് ഗില്ലിൻ ആൻഡ് ഗില്ലിൻ, ഒരേ നെയിം തന്നെയാണ്. അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സാമൂഹ്യമായ ഇടപെടലിലൂടെ നാം അർത്ഥമാക്കുന്നത് എന്താ? ബൈ സോഷ്യൽ ഇൻ്ററാക്ഷൻ
we refer to social relations of all sorts in functions. എല്ലാ പ്രവർത്തന തലങ്ങളിലുമുള്ള എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ട് നടത്തുന്ന സാമൂഹ്യ ബന്ധങ്ങൾ. ഈ സാമൂഹ്യ ബന്ധങ്ങളാണ് സാമൂഹ്യമായ ഇടപെടൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. By social interaction, we refer to social relations of all sorts in functions, dynamic social relations of all kinds, whether such relations exist between individuals and individuals. അതായത് നിലവിലെ വളരെ പ്രവർത്തനാത്മകമായ രീതിയിലുള്ള റിലേഷൻസ് വ്യക്തികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ടോ, അവർ ശരിയായ തരത്തിലുള്ള ഒരു സാമൂഹിക ബന്ധം നിലനിർത്തി പോകുന്നുണ്ടോ, അപ്പോൾ വ്യക്തികൾ തമ്മിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളുടെ ഇടയിലോ ഇത്തരത്തിലുള്ള ആശയവിനിമയവും നടക്കുന്നുണ്ടോ, സാമൂഹികപരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുന്നുണ്ടോ, അത് ഏത് കേസാണേലും അതെല്ലാം തന്നെ സോഷ്യൽ ഇൻ്ററാക്ഷൻ്റെ ഭാഗമാണ്. സോ വൺസ് അഗെയിൻ, ഗില്ലിൻ ആൻഡ് ഗില്ലിൻ സെയ്സ്, by social interaction we refer to social relations of all sorts in functions, dynamic social relations of all kinds, whether such relations exist between individual and individual, between groups and group, and group and individual, as the case may be. വ്യക്തികളും വിഭാഗങ്ങളും തമ്മിൽ, വിഭാഗങ്ങളും തമ്മിൽ, അത് ഏത് കേസാണേലും അവിടെ എല്ലാം നടക്കുന്നത് സോഷ്യൽ ഇൻ്ററാക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, the two basic conditions of social interactions are, ഏതൊക്കെയാ ബേസിക് കണ്ടീഷൻസ്? സോഷ്യൽ ഇൻ്ററാക്ഷൻസിൻ്റെ രണ്ട് അടിസ്ഥാന വ്യവസ്ഥകൾ എന്ന് പറയുന്നത്, ഒന്ന് സാമൂഹ്യപരമായ ബന്ധം, സോഷ്യൽ കോണ്ടാക്റ്റ്, രണ്ട് ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ. സോഷ്യൽ കോണ്ടാക്റ്റ് ഈസ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഇൻ്ററാക്ഷൻ. ഇൻ്ററാക്ഷൻ്റെ ആദ്യ തലം സോഷ്യൽ കോണ്ടാക്റ്റ് ആണ്, സാമൂഹിക ബന്ധം. സോഷ്യൽ കോണ്ടാക്ട്സ് ആർ ആൾവേസ് എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ദ മീഡിയം ഓഫ് സം വൺ കോസസ് സെൻസ് ഓർഗൻ. അപ്പോൾ ഈ സോഷ്യൽ കോണ്ടാക്റ്റ് സ്വാഭാവികമായും അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? അതൊരു മീഡിയത്തിലൂടെ ആയിരിക്കും. മീഡിയം എന്ന് പറയുമ്പോഴേക്കും മീഡിയം ഓഫ് സം വൺ കോസസ് സെൻസ് ഓർഗൻ, അതായത് ആരെങ്കിലുമൊക്കെ സ്വയം മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനും കാരണമാകുന്നത് ആരാണോ അയാൾ ഒരു മീഡിയമായിട്ട് മാറുകയാണ് ഇവിടെ ഒരു സോഷ്യൽ കോണ്ടാക്റ്റ് ഉണ്ടാവാൻ. ആ സോഷ്യൽ കോണ്ടാക്റ്റിലൂടെ ആയിരിക്കും തീർച്ചയായിട്ടും ഈ സോഷ്യൽ ഇൻ്ററാക്ഷൻ സാധ്യമാകുന്നത്. ഓക്കെ, then again, social interaction usually takes place in the form of cooperation, competition, conflict, accommodation and assimilation. These forms of social interactions are called social processes. Okay, അപ്പോൾ ഇതാണ് ഈ ഒരു സെഷനിൽ. ഇതിനെ തുടർന്നുള്ള ബാക്കി ഭാഗം അടുത്ത സെഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.